പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു എയർലൈൻ കുർത്തിയും അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ജാക്കറ്റിൻ്റെയും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങാണ് കാണിക്കുന്നത്. അപ്പോൾ 2-3 മീറ്റർ വീതമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മെറ്റീരിയലാണ് ഞാൻ ആദ്യം എയർലൈൻ കുർത്തി ചെയ്ത് കാണിക്കുന്നത്. ഇത് നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്യുന്നത്, കാരണം ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്ന ജാക്കറ്റിനാണ് സ്ലീവ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മെറ്റീരിയൽ ഇതുപോലെ 4ആയിട്ട് മടക്കിയിടാം. അതായത് 4 മടക്കായിട്ടാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ മടക്ക് ഭാഗം വരുന്നത് ഞാൻ നിൽക്കുന്ന സൈഡിലാണ്. അപ്പോൾ നമുക്കിതിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. എൻ്റെ കുർത്തിക്ക് 44.5 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പം ഞാൻ 46 ഇഞ്ച് എടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് സീം അലവൻസ് ആണ്. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും 1 ഇഞ്ച് താഴെ മടക്കി അടിക്കാനും. എൻ്റെ ഷോൾഡർ വരുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഷോൾഡർ 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. താഴത്തോട്ടേക്ക് ആം ഹോൾ ഞാൻ 8 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. 7.5 ഇഞ്ച് തന്നെയാണ് വരിക. 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ പോകും. അതുകൊണ്ടാണ് 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അത് രണ്ടും കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കാം. ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് 42 ഇഞ്ചാണ്. അതിൻ്റെ 1/4 ഭാഗം 10.5 വരും. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ഞാൻ ലൂസ് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ഇഞ്ച് സീം അലവൻസും ചേർക്കുന്നുണ്ട്. അപ്പം ടോട്ടൽ 12.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതും കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കാം. ഇനി എൻ്റെ വേസ്റ്റ് ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ താഴത്തോട്ടേക്ക് 15.5 മാർക്ക് ചെയ്യുന്നത്, കാരണം 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ പോകുമല്ലോ. അപ്പോൾ 15 ഇഞ്ച് മാർക്ക് ചെയ്തു. വേസ്റ്റ് റൗണ്ട് എനിക്ക് 40 ഇഞ്ചാണ്. അതിൻ്റെ 1/4 ഭാഗം 10 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും ചേർത്തിട്ട് ഞാൻ 12 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അതും കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു. ഇനി ചെസ്റ്റ് ലൈനും വേസ്റ്റ് ലൈനും കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിന് ശേഷം താഴത്തോട്ടേക്ക് നമുക്ക് എയർലൈൻ കുർത്തിയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഫ്ലെയർ കിട്ടാൻ വേണ്ടി ആ തുണിയുടെ മാക്സിമം അളവിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് താഴത്തായിട്ട് ഇതായി കാണുന്ന ഏരിയയിൽ ഒരു 2.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു കർവ് ഷേപ്പിൽ അവിടെ ഒന്ന് വരച്ചെടുക്കുക. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. നെക്ക് ഡെപ്ത്ത് ഫ്രണ്ടിലും ബാക്കിലും രണ്ടും ഞാൻ 5 ഇഞ്ചാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് തന്നെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഷോൾഡർ സ്ലോപ്പ് ഒരു 1/2 ഇഞ്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ അവിടെ നിന്ന് ഷോൾഡറിലേക്ക് ഇതുപോലെ ഒരു ചെരിഞ്ഞ ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ആം ഹോൾ വരയ്ക്കാൻ വേണ്ടി ഞാൻ ഈ കോർണറിന് മുകളിലേക്ക് 1.75 മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ചെസ്റ്റിനെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ നമ്പറാണ് നമ്മളവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ചെസ്റ്റ് 42 ആണ്. അതിന് 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.75 ആണ് കിട്ടുക. അതും കൂടി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ആം ഹോൾ റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ കറക്റ്റ് ആം ഹോൾ തന്നെ കിട്ടുന്നുണ്ടോ എന്നൊന്ന് അളന്ന് നോക്കുക. ഇനി നമ്മൾ ആം ഹോൾ ലൈൻ വരച്ചില്ലേ, അതിൻ്റെ പകുതിയിൽ ഒരു മാർക്കിങ് കൊടുക്കുക. എന്നിട്ട് ഉള്ളിലോട്ടേക്ക് ആ മാർക്കിങ്ങിൽ നിന്ന് ഉള്ളിലോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് വരുന്ന രീതിയിൽ ഇതുപോലെ ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. അത് ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് കുഴിച്ചു വെട്ടുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബാക്ക് ആം ഹോൾ വരച്ചതിൽ കൂടെ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് ഫ്രണ്ട് ആം ഹോൾ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ. ഇതിൽ കണ്ടില്ലേ, ഇപ്പം ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് പാർട്ട് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് ആം ഹോൾ മാർക്ക് ചെയ്തില്ലേ, അത് ഈ ഫ്രണ്ട് പീസിൽ മാത്രം ഇതുപോലെ ഉള്ളിലോട്ടേക്ക് കുഴിച്ചു വെട്ടണം. ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും മാർക്ക് കൊണ്ടിരിക്കാൻ വേണമെങ്കിൽ ഇതിൻ്റെ മേലെ ഫ്രണ്ടിൽ നിന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇതുപോലെ ക്യാൻവാസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഫ്രണ്ട് പീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ 3.5 ഇഞ്ച് നമുക്ക് ആദ്യം നെക്ക് വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യണം. 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ നെക്ക് ഡെപ്ത്ത് എടുത്തിരിക്കുന്നത് 5 ഇഞ്ചാണ്. അപ്പോൾ 5 ഇഞ്ച് ഇതുപോലെ ലൈൻ വരച്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് സൈഡിലും താഴെയും ഓരോ ഇഞ്ചും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന അതുപോലെ ചെയ്താൽ മതി. ഞാനിതിന് സിമ്പിളായിട്ടുള്ള യൂനെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു യു ഷേപ്പിൽ വരച്ചെടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. യു ഷേപ്പിൽ ഈ ക്യാൻവാസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ മുകളിൽ കുറച്ച് ഭാഗം കട്ട് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലോത്തിൽ ഇത് പേസ്റ്റ് ചെയ്യുമ്പം അളവൊന്നും മാറിപ്പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് മുകളിലൊരു പീസും കൂടി വെച്ചിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒരു ചെറിയ പീസ് ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ യു ഷേപ്പില്ലേ അത് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഈ ക്യാൻവാസ് പേപ്പറിൻ്റെ അടിയിൽ ഗമ്മുണ്ടാവും, അത് ചൂടാകുമ്പോൾ അതിൽ ഒട്ടിക്കോളും. എന്നിട്ട് ഈ തുണിയുടെ കുറച്ച് ഭാഗം മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം യുവിൻ്റെ. എന്നിട്ട് സൈഡൊക്കെ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആ സൈഡ് അയൺ ചെയ്തെടുത്തത് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടും കൂടി എടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡൊന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മെയിൻ ക്ലോത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ഈ പീസ് രണ്ടിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കുക. അതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ക്യാൻവാസിൻ്റെ സൈഡിലേക്ക് കൂടി യു ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിന്നെല്ലാം മാറ്റിയിട്ട് യു ഷേപ്പിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത സ്റ്റിച്ചിലൊന്നും തട്ടരുത്, സ്റ്റിച്ചിൽ തട്ടാതെ കട്ട് ചെയ്യണം. എന്നിട്ട് ചെറിയ ചെറിയ കട്ട്സും കൂടി ഈ സൈഡിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മടക്കി ബാക്കിലോട്ടേക്ക് വെക്കാൻ പറ്റും. സ്റ്റിച്ചിലൊന്നും കൊള്ളരുത്, സ്റ്റിച്ചിൽ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ചീത്തയായി പോകും. അപ്പോൾ ഇതുപോലെ ഉള്ളിലോട്ടേക്ക് മടക്കി വെച്ച് അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ നെക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. എന്നിട്ടൊന്ന് ഞാൻ കാണിക്കുന്ന മാർക്കിങ്ങിലേക്ക് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഞാനിപ്പോൾ ആ യു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ചെയ്ത അതേ മെത്തേഡിൽ ബാക്ക് പോർഷനിൽ നെക്ക് ചെയ്തെടുക്കുക. ലാസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഈ നെക്കിൻ്റെ ഈ ഭാഗം ഉള്ളിലോട്ടേക്ക് മടക്കി ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണ്ട, അതിന് മുന്നേ വരെ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശവും ഈ ബാക്ക് പീസിൻ്റെ നല്ല വശവും ഇതുപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെ ഈ നെക്കിൻ്റെ ഈ ഭാഗം എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഷോൾഡർ കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഒന്ന് പിൻ ചെയ്തെടുക്കുക. രണ്ട് സൈഡിലും അതുപോലെ ചെയ്യാം. അതിനുശേഷം നമുക്ക് മുകളിൽ നമ്മൾ 1/2 ഇഞ്ചിൽ ഇതുപോലെ രണ്ട് ഷോൾഡറും യോജിപ്പിച്ചെടുക്കുക. 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും 1/2 ഇഞ്ച് സീം അലവൻസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് നമുക്ക് ഈ ചുളുക്കെല്ലാം മാറ്റി കറക്റ്റാക്കി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഷേപ്പെല്ലാം നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ ഫ്രണ്ട് നെക്കിൽ കൊടുത്ത പോലെ തന്നെ ബാക്ക് നെക്കിനും ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗം ഒന്നുകിൽ സൂചി നൂലും വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് ഹാൻഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മെഷീൻ വെച്ചിട്ട് തന്നെ റൗണ്ടിലൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താലും മതി. ഇനി ഈ കുർത്തി നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ആം ഹോൾ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ചെയ്താൽ നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ 1.5 ഇഞ്ച് വീതി വരുന്ന ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കി വരുന്ന തുണിയിലൊന്ന്. ചെറിയ ക്രോസ് പീസസ് ആയതുകൊണ്ട് നമുക്ക് നല്ല ലെങ്ത്തിൽ വേണം. അപ്പോൾ നമ്മളത് യോജിപ്പിക്കൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് വെക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ കോർണറിലേക്ക് കൂടി
ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ കോർണർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നിവർത്തുമ്പോൾ നമുക്കിതുപോലെ നല്ല ലെങ്ത്തിലുള്ള ക്രോസ് പീസ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് പീസ് ലെങ്ത്തിൽ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ നല്ല ലെങ്ത്തിൽ 2 ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് സ്ലീവ് ആം ഹോൾ ഫിനിഷ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതാ ഈ ക്രോസ് പീസ് ആം ഹോൾ ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ഈ ക്രോസ് പീസ് ഇതുപോലെ നടുക്കെ കൂടെ മടക്കി ഇതുപോലെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനപ്പോൾ ഇതുപോലെ ഇപ്പോൾ പറഞ്ഞതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി വരുന്ന ബാലൻസ് ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമുക്ക് ഈ ഭാഗം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തില്ല, അത് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ടൊന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം പുറത്തേക്ക് വരരുത്. ഈ ഭാഗം അത് പുറത്തേക്ക് വരാത്ത രീതിയിൽ വേണം മടക്കാൻ. അഥവാ അത് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. എന്നിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതപ്പോൾ ഞാൻ ഈ ആം ഹോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ മറ്റേ ആം ഹോളും ചെയ്തെടുക്കുക. ഞാൻ 2 ആം ഹോളും അതുപോലെ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് മടക്കി അടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ താഴത്തെ ഭാഗം ഇതുപോലെ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ 2 ആയിട്ടൊന്ന് മടക്കണം. അപ്പോൾ സൈഡ് നമ്മൾ കുറച്ച് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തുകൊണ്ട് മടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നന്നായിട്ട് ശ്രദ്ധിച്ച് ഇതുപോലെ റൗണ്ട് ഷേപ്പ് മാറാണ്ട് തന്നെ മടക്കിയെടുക്കുക. 2 മടക്കിയിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 പീസിലും അതേപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്രണ്ടും ബാക്കും അടിഭാഗം ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡും ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതുപോലെ തിരിച്ചിട്ടതിന് ശേഷം 2 സൈഡിലും നമ്മൾ 1.5 ഇഞ്ച് വീതം സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെസ്റ്റിൻ്റെ 2 സൈഡിലും ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതേപോലെ നമ്മൾ വേസ്റ്റ് ലെങ്ത്ത് 15.5 ഇഞ്ചായിരുന്നു മാർക്ക് ചെയ്തത്. അതിൽ 1/2 ഇഞ്ച് നമ്മൾ ഓൾറെഡി ജോയിൻ ചെയ്ത് പോയി ഷോൾഡർ. അപ്പോൾ 15-ൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 2 സൈഡും വേസ്റ്റിൽ നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തത്, അതും ഇതുപോലെ 2 സൈഡിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കൊന്ന് ചെസ്റ്റ് ലൈനും വേസ്റ്റ് ലൈനും ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് വേണ്ടത് താഴത്തോട്ടേക്കുള്ള ഭാഗമാണ്. അപ്പോൾ താഴെ നമ്മൾ മാക്സിമം ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് താഴത്തെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യണം. 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കതൊന്ന് ലൈൻ വരച്ചിട്ട് എടുക്കാം. താഴത്ത് നമ്മൾ 1/2 ഇഞ്ച് മാത്രമേ സീം അലവൻസ് കൊടുക്കുന്നുള്ളൂ. ഇതുപോലെ 2 സൈഡിലും നമുക്ക് വരച്ചെടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ വരച്ച ലൈനും നമ്മുടെ ചെസ്റ്റ് വേസ്റ്റ് ലൈനെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. എന്നിട്ട് കുർത്തിയുടെ അപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ നമുക്ക് വരച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ആ വരച്ചിരിക്കുന്ന ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ലൈനിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടാം. അപ്പോൾ തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മളെ ലൈൻ കുർത്തി റെഡിയാവും. അപ്പം ഇതിൻ്റെ കൂടെ ഇതാണ് നമ്മളുടെ ലൈൻ കുർത്തി റെഡി ആയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനുള്ള ജാക്കറ്റിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.